ഇനി കുളിക്കണം, ഡ്രസ് മാറ്റണം, നേരാവും. ഇതാ ചായ, അച്ഛന് കൊടുക്ക്. ഡാഡി ചായ. അവിടെ വെച്ച് ഇന്നെങ്കിലും നേരത്തെ എഴുന്നേറ്റല്ലോ. ഇളയമ്മ കാലത്തെ ഒരുങ്ങാൻ പറഞ്ഞത് അമ്പലത്തിൽ പോകാൻ. നല്ല കാര്യങ്ങൾക്ക് എന്നും എന്റെ മോള് ലേറ്റാണല്ലോ. ഓ ഡാഡി, ചേട്ടൻ വരുന്ന സന്തോഷത്തില ഞാനും. നിന്റെ ഇളയമ്മ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എന്നെ ഉറക്കിയിട്ടില്ല. സുദേവൻ ക്ഷീണിച്ചു കാണും, നല്ല ആഹാരം വെക്കണം, വളരുന്ന കുട്ടിയാണ് എന്നൊക്കെയാ പരാതി. സ്പെഷ്യൽ പൂജയുണ്ടത്രേ ചേട്ടന് വേണ്ടി. അങ്ങനെയാ സ്നേഹമുള്ളവര്. പിന്നെ സുദേവന്റെ കൂടെ അവന്റെ കൂട്ടുകാരനും വരുന്നുണ്ട്. സിറ്റി പഠിക്കുന്ന പിള്ളാരാ, ഒരു കുറവുണ്ടാവരുത്. ദീപേ, നീ ഇന്നും മടിച്ചു അല്ലേ? മടിച്ചതല്ലേ ഇളയമേ, എണീറ്റിട്ട് വീണ്ടും ഉറങ്ങിപ്പോയി. ഇപ്പൊ റെഡിയാകാം. വേണ്ട, നീ അടുക്കളയിലേക്ക് ചെല്ലേ. ഇന്നെന്താ സ്പെഷ്യൽ പൂജ? ഞാൻ നേർന്നതാ സുധിമോൻ നന്നായി എക്സാം എഴുതി ആപത്തൊന്നും ഇല്ലാതെ എത്താൻ. ഇപ്പോഴത്തും അടിച്ചു പൊളിച്ച് നീ തന്നെ വേണം എല്ലാം ഒരുക്കാൻ, അല്ലെങ്കിൽ പരാതിയാവും. അത് ശരിയല്ല, ഇത് ശരിയല്ല. എനിക്കറിയാം അവന്റെ ഇഷ്ടം. പ്രാർത്ഥിക്കുമ്പോ എന്റെ കാര്യം കൂടെ പറയണം. ഇപ്പൊ മോന്റെ കാര്യം, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി. സുധി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകണം. ശരി, പോയിട്ട് വാ. ഇങ്ങനത്തെ ഇളയമ്മയും മക്കളും. സുദേവൻ തിരുവോണ നക്ഷത്രം. അറിയാം, ഓരോ മാസവും കൃത്യമായി ഈ പേരിൽ പൂജ നടക്കുന്നതല്ലേ? ദീർഘായുസിനും ഐശ്വര്യത്തിനും കൂടി പ്രാർത്ഥിക്കണം. ആവട്ടെ. സ്ലോയില് പോടാ. സ്പീഡ് എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. എനിക്ക് പേടിയാ. ഒന്നുകൂടി പറപ്പിക്കാൻ പോവാ, നീ പിടിച്ചിരുന്നോ? എത്ര നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. സുശീലന്റെ കവിത വരുന്നു. നിന്റെ നാട് മനോഹരമാണ്, സമ്മതിച്ചിരിക്കുന്നു. എന്താടാ വണ്ടിക്ക് സ്പീഡ് കുറഞ്ഞത്? അതാ വരുന്നു പ്രകൃതി ഭംഗികൾ, ആസ്വദിക്കും. എവിടെ പോകുന്നു? ട്യൂഷനുണ്ട്. ഞങ്ങളെയും ചേർക്കുവോ? അവിടെ ആർക്കും ചേരാം. നല്ല റെസ്പോൺസ്. നിന്റെ നാട്ടുകാര് സ്നേഹമുള്ളവരാടാ. ആ മതി മതി, പിടിച്ചിരുന്നോ. വാ, ബൈ. ഓക്കെ, ബൈ. ശരിക്കും ഒരു കൊട്ടാരമാണല്ലോടാ. എന്നാലും നിന്റെ വീടിനോളം വരില്ല. ആ പഴയ പ്രതാപം വിളിച്ചു വന്ന മട്ടുപ്പാവും തറവാടും പച്ച പായൽ നിറഞ്ഞു നിൽക്കുന്ന ആമ്പൽക്കുളവും. ഓ, ആ പഴഞ്ചൻ വീടൊന്ന് പൊളിച്ചു മാറ്റി ഇതുപോലൊന്ന് തട്ടിക്കൂട്ടാൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കില്ല. അച്ഛൻ അറിയാൻ നിന്നെ ഒക്കെ മുടിപ്പിക്കാനാ നിന്റെ ജന്മമെന്ന്. അച്ഛൻ അങ്ങനെ നിന്നോട് പറഞ്ഞോ? ഇല്ല ഇല്ല ഇല്ല. ആ ശരി, നീ വാ. ചേട്ടാ, ഡാഡി ചേട്ടൻ വന്നു. എക്സാം ഒക്കെ എങ്ങനെയുണ്ട്? പൊട്ടുവോ? ഓടി, നിന്നെ പോലെ ഞാനെന്ന് കരുതിയോ? ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടാവും. ഓ സോറി, ഇത് സുശീൽ, സുശീൽ കുമാർ, ഇന്റിമേറ്റ് ഫ്രണ്ട്, നമ്പർ 1 പോയറ്റ്, മ്യൂസിക് മാനിയക്. ഓഹോ, എന്നെ പറ്റി എല്ലാം അറിയാല്ലേ? അറിയാം, പക്ഷേ ആ പൊട്ടൻ കവിതകളൊന്നും നന്നല്ല, ബോറാ. അത് കറക്റ്റ്. ആ, ഇതെന്റെ ഒരേ ഒരു അനുജത്തി, കുസൃതിക്കാരി, ഗ്രീറ്റിംഗ്സ് മാനിയക്കാരി. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ സ്കോർ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? എത്തിയല്ലേ മോനെ? യാത്രയൊക്കെ എങ്ങനെയുണ്ട്? ഫുൾ സ്പീഡിൽ ചെത്തി. ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് എനിക്ക് പേടിയാ. ആ അച്ഛാ, ഞാൻ പറയാറില്ലേ സുശീൽ കുമാർ. നമസ്കാരം. ഹലോ. ഇളയമ എവിടെ? കാലത്തെ അമ്പലത്തിൽ പോയി. നിനക്ക് വേണ്ടിയാ? അത് പിന്നെ എനിക്കറിയില്ലേ. ഞാൻ കരുതി കൂട്ടുകാർ 4-5 പേര് കാണുന്നു. വെക്കേഷൻ അല്ലേ,
എന്തിനാണ് അധികം പേര്? ഒരു 50 ആളുടെ ഫലം ചെയ്യും ഇവൻ. മുടിഞ്ഞ തീറ്റയായിരിക്കും അല്ലേ? എന്നാലും നിന്റെ അത്രയും വരില്ല. സുശീൽ പോയി ഫ്രഷ് ആവ്. ദീപേ റൂം കാണിച്ചു കൊടുക്ക്. വരൂ. ഇരിക്കെ. നല്ല പയ്യൻ. സുശീലിന്റെ ഫാദർ എന്ത് ചെയ്യുന്നു? കൃഷിയാ, പൂത്ത പണക്കാരനാ, അച്ഛനെ പോലെ. എടാ, എനിക്ക് വയസ്സായാലും 3 തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അതാ ഒരു സമാധാനം. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സക്സസ്. അല്ല, ദീപയുടെ കാര്യം എന്താ? രക്ഷപ്പെടുവോ? അവള് മോശക്കാരിയൊന്നുമല്ല. റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാ പ്രിൻസിപ്പൾ പറഞ്ഞത്. അത് പിന്നെ എന്റെ അനിയത്തിയല്ലേ. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താ നിന്റെ പരിപാടി? എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഇനി നീ നോക്കി നടത്തണം. ഏറ്റു. ഇനി അച്ഛന് ഫുൾ ടൈം റെസ്റ്റ്. അച്ഛന്റെ റെസ്റ്റ് അല്ലേ കാര്യം? എസ്റ്റേറ്റിന്റെ അടുത്ത് മാനേജർ. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്താടി കാര്യം? ടവൽ ചെല്ല്, ടവല് കൊടുക്ക്. ഒരു കാര്യം തീർത്ത് ചെയ്യില്ല. ചെല്ല്. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ അച്ഛാ. ശരി. സോറി, ഞാൻ കരുതി ടവൽ ബാത്റൂമിലുണ്ടെന്ന്. സാരമില്ല, ഇതാ പുറത്തു വാ. തമാശ കാണിക്കില്ലേ? തലയിൽ വെള്ളം തണ നീരിറക്കം ഉണ്ടാവും. നല്ല ഒറ്റമൂലി അച്ഛനറിയാം. ഉടൻകൊല്ലിയാ. ഇങ്ങിതാ പറ്റോ. എളമേ, ഇതാണ് ഞാൻ പറയാറുള്ള സുശീൽ. ഞാൻ ഇപ്പൊ വരാം. നീ ഇവിടെ ഇരിക്കാണോ? എന്താടാ, ബ്രേക്ക്ഫാസ്റ്റ് പിടിച്ചില്ലേ? ഏയ് അതല്ല, വിശപ്പ് തോന്നിയില്ലേ? നിനക്ക് ഈ റൂം ഇഷ്ടായോ? ഇതിന്റെ സ്കൂൾ പഠനമുറിയായിരുന്നു. ഐശ്വര്യമുള്ള മുറിയാ. ബോറടിച്ചാൽ ടെറസിൽ പോകാം. ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. എനിക്കെന്ത് ഡിസ്റ്റർബ്? ശരി, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്നെക്കാത്ത് ഒരാളിരിക്കുന്നുണ്ട്. നീ റെസ്റ്റ് എടുക്കേ. അല്ല, ഞാനും കൂടെ വരാം. ശരി, ഞാനൊന്ന് ഇളയമേ കണ്ടിട്ട് വരട്ടെ. ഇളയമേ, ഇളയമേ. വാ വാ, ഇരിക്ക്. വേണ്ട, ആദ്യം കണ്ടപ്പോൾ വലിയ ജാട കാണിച്ചില്ലേ? സാധാരണ ഇങ്ങനെയല്ലല്ലോ. എന്റെ കുട്ടിയോട് ഞാൻ ജാട കാണിക്കോ? എളേമിക്ക് വല്ലാത്ത തലവേദന. ഇന്നലെ ശരിക്കും ഉറങ്ങിയില്ല. അതാ. അച്ഛൻ പറഞ്ഞു. എക്സാം കഴിഞ്ഞെന്ന് കരുതി കൂട്ടുകൂടി നടക്കരുത്. ഉത്തരവാദിത്വമുള്ള ആളാ, അതും മറക്കണ്ട. ഹേയ്, എനിക്കങ്ങനെ വലിയ കൂട്ടുകെട്ടൊന്നുമില്ല. പിന്നെ സുശീൽ പാവം, ഞാൻ അവന്റെ വീട്ടിൽ പോയി നിൽക്കുന്നതല്ലേ. ഈ അവധിക്കാലം ഇവിടെ ആക്കാമെന്ന് ഞാനാ പറഞ്ഞത്. വലിയ നാണക്കാരനാ. അച്ഛൻ ഇനി പഴയതുപോലെ എസ്റ്റേറ്റ് കാര്യങ്ങൾ തനിയെ നോക്കി നടത്താൻ പറ്റില്ല. അതാ പറഞ്ഞത്. എന്നെ തളച്ചിടാൻ തിടുക്കായല്ലേ. ഏതായാലും സുശീൽ പോകുന്നത് വരെ ഔദ്യോഗിക കാര്യങ്ങളൊന്നുമില്ല. ശരി ചെല്ലേ, കൂട്ടുകാരനെ ബോറടിപ്പിക്കണ്ട. എല്ലായിടവും കാണിച്ചു കൊടുക്ക. ശരിയല്ലേ മേ? ചാലു, ആളെത്തി. ആര്?
അറിയാത്ത പോലെ. നീ കാത്തിരുന്ന ആള് എന്റെ ചേട്ടൻ എപ്പോ വന്നു? പെണ്ണിന്റെ ഒരു നാണം. വന്നതേ ഉള്ളൂ. കൂട്ടുകാരനും കൂടെയുണ്ട്. ഞാൻ ചോദിച്ചില്ലല്ലോ കൂട്ടുകാരനെ പറ്റി. എന്താ ഇത്ര വലിയ സന്തോഷം? ഞാൻ പോവുക. ഈ കാര്യം പറയാൻ വന്ന എന്നെ വേണം തല്ലാൻ. ചൂടാവല്ലേ നാത്തൂനെ? ഞാൻ വരട്ടെ വീട്ടിലേക്ക്. വേണ്ട വേണ്ട, ചേട്ടനും കൂട്ടുകാരനും പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ചിലപ്പോ ഇങ്ങോട്ടായിരിക്കും. അയ്യോ, അച്ഛനുണ്ടോ അകത്ത്? ആ, ഉറക്ക. പുലർച്ചയ്ക്ക് എസ്റ്റേറ്റിൽ നിന്ന് വന്നത്. ഞാൻ പോവുക. ഇളയമ തിരക്കും. ഇരിക്കു ദീപേ, കാപ്പി എടുക്കാം. അയ്യടാ, കാപ്പി ഇത്തരം ദൂതിന് അതൊന്നും പോരാ. തൽക്കാലം ഇത് മതി. പോട്ടെ. ആ ദീപേ, ഇങ്ങോട്ട് വരൂ. അതെനിക്കറിയില്ല. എന്തായാലും തയ്യാറായിരുന്നോ? ഞാൻ കട്ടറും വാങ്ങുന്നില്ല. ശാലു, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. സുശീൽ, ഇത് ശാലിനി. ശാലു, ഇത് സുശീൽ. ദീപ പറഞ്ഞു. ഓ, ഇന്റർനെറ്റ് ഇവിടെ എത്തിയോ? എങ്ങനെയുണ്ടടാ എന്റെ സെലക്ഷൻ? കവിത. നീ ഇവളെ കണ്ട് കവിത എഴുതണ്ട. അതിനെ ഞാനുണ്ട്. ഞാനൊന്ന് റൗണ്ട് അടിക്കാം. ഇത്തരം സന്ദർഭത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നവൻ ആറു വഷളനാ. അതൊന്നുമില്ല. നീ നിൽക്ക്. വേണ്ട മോനെ, വേണ്ട. ശാലിനി വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. നീ എന്താ അവരോടൊന്നും മിണ്ടാതിരുന്നത്? എനിക്ക് വേറെ ആരോടും മിണ്ടണ്ട. അപ്പോ പെണ്ണെന്നെ കാത്തിരിക്കായിരുന്നു. ഈ നാട്ടിൽ വേറെ ആരെ കാത്തിരിക്കാനാ? ഓരോ ദിവസവും എണ്ണി തീർക്കായിരുന്നു ഞാൻ. ആ, പഠിപ്പൊക്കെ എങ്ങനെ? എക്സാം നന്നായി എഴുതിയോ? പൊട്ടൊന്നാ തോന്നേ. അയ്യോ, എന്റെ മാനം കളയോ? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോ ഈ മുഖം തെളിഞ്ഞു വന്നത്. പിന്നെ എങ്ങനെ എക്സാം എഴുതാനാ? അപ്പോ വട്ടപൂജ്യം അല്ലേ? അതൊന്നുമില്ല, പാസ്സാകും. ഉം. ഇനി എന്നാ പോണേ? അപ്പോ ഞാൻ പോണല്ലേ? എന്നാ കേട്ടോ, ഇനി ഞാൻ ഇവിടെ തന്നെ കാണും. എസ്റ്റേറ്റ് ചുമതല ഇനി എനിക്കാ. ദേ, സത്യാണോ? സത്യം. ഇനിയുള്ള നാളുകൾ ഇതുപോലെ നമുക്ക് ഒന്നിച്ച്. അയ്യോ കൂട്ടുകാരൻ, വിട, ഞാൻ പോവാ. ഇവന് വരാൻ കൊണ്ടൊരു നേരം. നാശം. വണ്ടർഫുൾ. അപ്പൊ സുശീൽ ഒരു സമ്പൂർണ്ണ കലാകാരനാണ്. സകല കലാവല്ലഭൻ. ഗുഡ്. അങ്ങനെയൊന്നുമില്ല.
ഇവൻ എവിടെ പോയാലും നന്നായി ഷൈൻ ചെയ്യും. ഒന്നുകൂടി വായിക്കൂ പ്ലീസ്. ആ. വേണ്ട, നേരം ഒരുപാടായി. നീ പോയി കിടക്കാൻ നോക്ക്. നീ വാ. ആ പയ്യൻ കൊള്ളാം, നല്ല സംഗീതവാസനയല്ലേ? എന്തോ എനിക്കൊന്നും ഇഷ്ടമല്ല. ഇതൊക്കെ ജന്മനാ കിട്ടുന്ന. ശരി, സമയായി, ഉറങ്ങാം. എന്താ, കാറ് വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. ആ, ഇഷ്ടപ്പെട്ടു. കാറ് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാം ഇഷ്ടമായി. എന്നെ ഒരുപാട് ഇഷ്ടമായി. അച്ഛൻ ഇത് ജീവനാണ്. സമ്മാനമായി കിട്ടിയത് അച്ഛന്. ഇതൊരു അമൂല്യ നിധിയാണ്. അച്ഛൻ അങ്ങനെയാ കരുതുന്നത്. അച്ഛന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചതാണിത്. അപ്പോ പഴയ കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ ഭണ്ഡാരമാണിത്. ഇനി എനിക്കും ഇതിനെ മറക്കാനാവില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് ഇഷ്ടമായോ? ആരാണ് ഇഷ്ടപ്പെടാത്തത്? ഇതിൽ എന്നെ കയറ്റി ഒന്ന് ഓടിക്കുവോ? വിധി അനുവദിച്ചാൽ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നോ 1000 പറയാമല്ലോ. എന്തിനാ ഒരു മുഖവര? അത് പിന്നെ നമ്മുടെ കാറുണ്ടല്ലോ, അത് വിൽക്കണം. എന്താ നീ പറഞ്ഞത്? അത് വിൽക്കണമെന്ന്. തമാശ പറയാണോ? അല്ല, അതിനി വേണ്ട. നീ സീരിയസ് ആയിട്ട് പറയാ? അതെ, അത് പഴഞ്ചനാ. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കാറൊന്നും ആരും ഉപയോഗിക്കാറില്ല. നീ തന്നെയല്ലേ അത് വിൽക്കരുതെന്ന് എന്നോട് പറഞ്ഞത്? ആ കാറ് പോകുമ്പോ ആദ്യമായിട്ട് എന്നെ കണ്ടതും നീ ആ കാറിനെ തന്നെ നോക്കി നിന്നു പറഞ്ഞത്. ഞാൻ അതല്ല പറഞ്ഞത്. കാലത്തിനനുസരിച്ച് മാറണം. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും പിടിക്കില്ല. സുദേവൻ ഇത് ഓടിച്ചു നടക്കുമെന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ഇഷ്ടത്തിനെതിരെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. നല്ല വില കിട്ടിയാ വിൽക്കാം. പക്ഷേ പെട്ടെന്ന് നടക്കില്ല. നല്ല പാർട്ടിയെ കിട്ടണം. സുശീൽ, ഇത് കണ്ടോ? എന്താണിതിൽ? മയിൽപ്പീലി തുണ്ടുകൾ. ഇതൊക്കെ ഞാൻ അയച്ച ഗ്രീറ്റിംഗ് കാർഡുകളാണല്ലോ. പലപ്പോഴായി നീ അയച്ചത്. നേരിട്ട് കാണാതെ പരിചയപ്പെടാതെ നീ അയച്ചത്. എന്തിനാ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചത്? വെറുതെ. ഒരിക്കൽ കാണുമെന്ന് ഉറപ്പുണ്ടായിരുന്നു, അങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ഇടയ്ക്കൊക്കെ എടുത്തു നോക്കൂ. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനും സൂക്ഷിച്ചിരുന്നു. അതിലെ ഓരോ വാക്കുകളും മനപ്പാഠമായി. ചില നിമിത്തങ്ങൾ അങ്ങനെയാണ്. അപ്പോ കണ്ടില്ലെങ്കിലും ഞാൻ മനസ്സിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടുമുട്ടിയില്ലെങ്കിലും കാലങ്ങളോളം ഞാനത് സൂക്ഷിക്കുമായിരുന്നു. സുഖമുള്ള ഓർമ്മയായി. അതിനപ്പുറം ഒന്നുമില്ലേ? എല്ലാ അർത്ഥത്തിലുമാണ് ഞാനിത് പറഞ്ഞത്. കാര്യങ്ങളെല്ലാം കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമാണല്ലോ സംഭവിക്കുന്നത്. എന്ന് ആര് പറഞ്ഞു? എനിക്കിഷ്ടമാണ് എന്ത്? എല്ലാം. കവിയെ, കലാകാരനെ, അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടം. അപ്പോ എന്റെ ഈ വരവ് എനിക്ക് നഷ്ടമല്ല. നഷ്ടപ്പെടുത്താതിരുന്നാ മതി. അറിഞ്ഞുകൊണ്ട് വിലപ്പെട്ടതൊന്നും ഞാൻ നഷ്ടമാക്കില്ല. നിന്റെ ഈ പുഞ്ചിരി, കുസൃതി, ശാലീനത്വം, എന്റെ ആത്മാവിന്റെ അന്വേഷണം നിന്നെ കണ്ട നിമിഷം അവസാനിച്ചു.
അച്ഛൻ ഏതാണ്ട് സംശയമുണ്ട് കേട്ടോ. എന്തിനാ സംശയിക്കുന്നത്? സത്യസന്ധമായ കാര്യങ്ങളല്ലേ ഇതൊക്കെ. ദേ, കാര്യം പറയുമ്പോ ഒരുമാതിരി ചളിപ്പ് പറയരുത്. അച്ഛനോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ നമ്മുടെ നാട്ടുകാർ മിടുക്കന്മാരാണല്ലോ. ഏതായാലും ആ ചമ്മൽ മാറി കിട്ടിയല്ലോ. ശ്രുതിക്കെല്ലാം തമാശയാ, എന്റെ ഉള്ളിൽ തീയ. നീ എന്താ ഇങ്ങനെ പറയുന്നത്? നിനക്കെന്നെ സംശയമുണ്ടോ? നഗരത്തിൽ പഠിച്ച ആള്, വലിയ പണക്കാരൻ, മനസ്സ് മാറിയാലോന്ന് പേടിയാ. പേടിയൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. ഇന്ന് തന്നെ നിന്റെ അച്ഛനെ കണ്ട് ഞാൻ കാര്യം പറയാൻ പോവാ. ശ്രുതിയുടെ വീട്ടുകാര് നിന്നെ ആരാ ഇഷ്ടപ്പെടാത്തത്? എല്ലാ കാര്യങ്ങളും ദീപക്കറിയാം. പിന്നെന്താ? അതാ ഒരു സമാധാനം. അവളെ ആള് മോശമല്ല. എന്റെ അനിയത്തില്ലേ മോശാവില്ല. എന്താ വല്ല ചുറ്റിക്കളിയുണ്ടോ? ഉണ്ട്. കക്ഷി നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെയാണ്. ആര്? നമ്മുടെ സുശീലോ? സുശീലോ ദുശീലോ അതെനിക്കറിയില്ല. അവരിഷ്ടത്തില്ല. അവനെ എനിക്കറിയാം. ഇതിൽ പിന്നെ നല്ലൊരു ബന്ധം എന്റെ അനിയത്തിക്ക് കിട്ടാനില്ല. ഉറപ്പിച്ചു കഴിഞ്ഞോ? അവൻ എന്താ ഒരു കുറവ്? ഇതൊക്കെ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ? എനിക്കറിയാം. ഞാൻ അവന്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. സ്നേഹമുള്ള കുടുംബം, സ്വന്തം വീട് പോലെയാ എനിക്ക് തോന്നിയത്. ആദ്യം നമ്മുടെ കാര്യം നടക്കട്ടെ. അപ്പോ സ്വന്തം കാര്യം ചിന്താബാദ്. ഒക്കെ നന്നായി നടന്നാ മതിയായിരുന്നു. എന്താ നിനക്ക് സംശയം? ഇതിനു വേണ്ടിയല്ലേ ഞാൻ ഓടി വന്നത്? ഇങ്ങനെ നേരം കളയാതെ ഇങ്ങോട്ട് അടുത്ത് വാടി.